എവിടെ? അതാണ് ചോദ്യം. ഒളിവിൽ കഴിയുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിക്കായി വലവിരിച്ച് പോലീസ്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. അർജുൻ ആയങ്കിയുമായി ബന്ധമുള്ളവരെ കരുതൽ തടങ്കലിലാക്കും. പാർട്ടി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആയങ്കിയുടെ യാത്ര എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അർജുൻ ആയങ്കി കോഴിക്കോട് എത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് വ്യാപക പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സജോ ദേവസിയും അഭിജിത്ത് മുഴക്കുന്നുമാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം സജോയിലേക്കാണ്. സജോ, പോലീസ് ഇപ്പോൾ എങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഒരു സൂചനകളുമില്ലേ? പ്രത്യേകിച്ച് ഈ കോഴിക്കോട് അടക്കം എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളടക്കം മുന്നിൽ നിൽക്കുമ്പോഴും എങ്ങനെയാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം? എന്താണ് അവർക്ക് മുന്നിലുള്ള അന്വേഷണത്തിൽ സഹായകമാകുന്ന ഒരു ഘടകം? യഥാർത്ഥത്തിൽ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയ ചർച്ചകൾക്ക് വരെ വഴിവെക്കുന്ന കാര്യങ്ങളാണ്. ഇതുവരെയും പിടികിട്ടിയില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതാണിപ്പോ എല്ലായിടത്തും ഉയരുന്നത്. റോഷ്നിയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കള്ളനും പോലീസും കളി ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അതായത് വഴിനീളെ സഞ്ചരിക്കുന്നു. അതിനിടയിൽ ആകാവുന്ന ഫേസ്ബുക്ക് കുറിപ്പുകളും കമന്റുകളും വാർത്തകൾക്ക് താഴെയുള്ള കമന്റുകളും ഒക്കെയായി അർജുൻ ആയങ്കി ഇങ്ങനെ നടക്കുന്നു. അതിനിടെ പല CCTV ദൃശ്യങ്ങളും പുറത്തു വരുന്നു. ഇങ്ങനെ ഒളിവിലിരുന്നു കൊണ്ട് പോലീസിന് കിട്ടിയ അവസരങ്ങളിലൊക്കെ പോലീസിന് എതിരായ ഭീഷണി, ആഭ്യന്തരമന്ത്രിയെ കുറിച്ചുള്ള പരാമർശം, വെല്ലുവിളി, പരിഹാസം, വാർത്തകൾക്ക് താഴെ കമന്റുകൾ, അങ്ങനെ പുരോഗമിക്കുകയാണ് കാര്യങ്ങൾ. ഇതിനിടെ ഒരു തെറ്റായ വാർത്ത പ്രചരിക്കുകയും ചെയ്തു. അതായത് വെടിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നൊരു മാധ്യമം തെറ്റായ വാർത്ത നൽകിയതും അർജുൻ ആയങ്കിയെ പിന്തുണയ്ക്കുന്നവർക്കും ഒരായുധമായി എന്നുകൂടി കണക്കാക്കേണ്ടി വരും. അതായത് ഈ കേസിനെല്ലാം ആധാരം കോതമംഗലത്തുണ്ടായ ഒരു സംഭവവും അതിന് പിന്നാലെ അറസ്റ്റുമാണ്. അവിടെ ഒരു റിസോർട്ടിൽ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന കേസും അതിൽ റിമാൻഡിൽ കഴിയുന്നു, പിന്നീട് പുറത്തിറങ്ങുന്നു. അതിനിടെയാണ് SHOയെ ഭീഷണിപ്പെടുത്തുന്നത്. അതിലെ കേസാണ് ആദ്യം ഉണ്ടാകുന്നത്. ആ പോലീസുകാരനെതിരെയും പോലീസിനെതിരെയും തുടർച്ചയായ ഭീഷണികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നു. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയാണ് കമന്റുകളും മറ്റുമൊക്കെയായി പങ്കുവച്ചത്. അതിന് പിന്നാലെ കേസെടുത്തു. ഒന്നിലധികം കേസുകൾ വന്നു. ഇന്നും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സൈബർ കേസാണ്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചതിനാണ് ആ കേസ് വന്നത്. അങ്ങനെ വിവിധങ്ങളായ കേസുകളുണ്ട്. ഒടുവിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. പിടിക്കാമെങ്കിൽ പിടിക്ക് എന്ന വെല്ലുവിളിയാണ് പിന്നാലെ വരുന്നത്. അതിനുശേഷം ഒളിവിൽ പല ലൊക്കേഷനുകൾ മാറ്റി. കൊച്ചിയിലുണ്ടായിരുന്നു അർജുൻ ആയങ്കി. കൊച്ചിയിൽ സുഹൃത്തുക്കളുടെ സംരക്ഷണമാണ്, അതായത് കൂട്ടാളികളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സംരക്ഷണമാണ് കിട്ടിയത്. പല സ്ഥലങ്ങൾ ഫ്ളാറ്റുകളിലൊക്കെ മാറി മാറി താമസിച്ചു. അതിനുശേഷം കൊച്ചി വിട്ടു. പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്തത്. പാലിയക്കര വഴി പോകുന്ന ദൃശ്യങ്ങൾ കണ്ടു. ഇതിനിടെ മലപ്പുറത്തേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടു. അങ്ങനെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു. ഇതിനിടെ എല്ലാം സമൂഹ മാധ്യമം ഉപയോഗിച്ചു. അപ്പൊ അവിടെയാണ് ഒരു പ്രശ്നം. ഈ സമൂഹ മാധ്യമ അക്കൗണ്ട് ആക്റ്റീവായി തന്നെ അതിൽ കമന്റുകൾ എഴുതുന്നു. അപ്പോൾ ഈ ലൊക്കേഷൻ പക്ഷേ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പോലീസിന് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം വന്നു എന്നതാണ്. ഇപ്പോൾ ആ ഫോൺ ഏതായാലും സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്, അത് ആക്റ്റീവ് അല്ല. ഇപ്പോൾ കമന്റുകളോ പോസ്റ്റുകളോ സ്റ്റോറികളോ ഒന്നും പങ്കുവെക്കപ്പെടുന്നില്ല. ആദ്യഘട്ടത്തിൽ പോലീസ് സംശയിച്ചത് മറ്റാർക്കെങ്കിലും ഈ ഫോണും ഈ അക്കൗണ്ടിന്റെ ആക്സസും നൽകി അവരെ ഉപയോഗിച്ച് ഒരുപക്ഷെ കമന്റ് എഴുതാം, അപ്പോൾ മറ്റൊരു ലൊക്കേഷനാകും കാണിക്കുക. അങ്ങനെ തൃശ്ശൂരിൽ ഒരു ഘട്ടം പിന്നിട്ടതിന് ശേഷം ഇപ്പോൾ ആ ഫോൺ ആക്റ്റീവ് അല്ല. അപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഉണ്ടോ, അതല്ല സംസ്ഥാനം വിട്ടോ? ഇതൊക്കെ പോലീസ് വ്യാപകമായ പരിശോധന, മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആദ്യം ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് എല്ലായിടത്തും അലർട്ട് കൊടുത്തു. തൃശ്ശൂരിലും കൊച്ചിയിലും വ്യാപക പരിശോധനയായിരുന്നു. അതായത് വിവിധ ജില്ലകൾ, കണ്ണൂര്, തൃശ്ശൂര്, കോഴിക്കോട്, മലപ്പുറം, കൊച്ചി, അതുകൂടാതെ തിരുവനന്തപുരം, അങ്ങനെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ വ്യാപകമായ പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ആളിലേക്ക് എത്താൻ മാത്രം കഴിഞ്ഞില്ല എന്നാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ പോലീസും അർജുൻ ആയങ്കിയുടെ കൂട്ടാളികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, അതിനുമൊക്കെ അപ്പുറത്തൊരു കേസ് എന്നതിനപ്പുറത്തേക്ക് അതിന് പല മാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇയാൾ വിവിധങ്ങളായ ഇപ്പോൾ ഉള്ള കേസിന് മുൻപ് വിവിധങ്ങളായ കേസുകളിൽ ആരോപണ വിധേയനോ പ്രതിയോ ഒക്കെയായി വന്ന ആളാണ്. സ്വർണം പൊട്ടിക്കലിൽ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്ത ആളാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ മുൻപ് പ്രതിയായിട്ടുണ്ട്. ഏറ്റവും പുതിയതായ കേസുകൾ ഇപ്പോൾ ഈ പോലീസിനെതിരായ ഭീഷണിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും അതിന് രജിസ്റ്റർ ചെയ്ത കേസുകളുമാണ് ഏറ്റവും ഒടുവിൽ ഉള്ളത്. അപ്പോൾ അതിനൊരു നേരത്തെ ഇടത് സൈബർ പ്രൊഫൈൽ എന്ന നിലയ്ക്ക് സജീവമായിരുന്ന ആളാണ് അർജുൻ ആയങ്കി. ഇതേ അർജുൻ ആയങ്കി കണ്ണൂരിൽ നടത്തിയ സൈബർ യുദ്ധം, പാർട്ടിക്കകത്ത് നടത്തിയ യുദ്ധം, അന്ന് മനു തോമസ് അടക്കമുള്ളവർക്കെതിരെ നടത്തിയ പോരാട്ടം എന്ന് തുടങ്ങി ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. സ്വാഭാവികമായും അതിനൊരു രാഷ്ട്രീയ സ്വഭാവം കൈവരുന്ന ചില ഘട്ടങ്ങൾ സ്വാഭാവികമായി തന്നെയുണ്ട്. എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ആ തെറ്റായ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ അർജുൻ ആയങ്കിക്ക് ഒരു കവചം ഒരുക്കാൻ ഒരു സംഘം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അതായത് ഈ കേസിന്റെ സ്വഭാവം അനുസരിച്ച് അത്തരമൊരു നിർദ്ദേശം, അതായത് മുട്ടിന് താഴെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും വെടിവെക്കാനുള്ള നിർദ്ദേശം ഉണ്ടാകില്ല എന്ന് നമ്മൾ കരുതണം. അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായെങ്കിൽ
അത് യഥാർത്ഥത്തിൽ ശരിയുമല്ല. അങ്ങനെ ഒരു കാര്യം ഈ കേസിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടു? അതും അർജുൻ ആയങ്കിക്ക് ഒരർത്ഥത്തിൽ സഹായകരമാവുകയോ ഒക്കെ ചെയ്തു. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ സൈബർ പോരാളി എന്ന ഇമേജ്, വീരാരാധന എന്ന് തുടങ്ങിയുള്ള ഈ ക്രിമിനൽ സംഘങ്ങളുടെ പതിവായ രീതികളൊക്കെ മുൻകാലങ്ങളിൽ അവലംബിച്ചിട്ടുള്ള സംഘങ്ങളുടെ ഭാഗമായിരുന്നു അർജുൻ ആയങ്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ പല അവകാശവാദങ്ങളും അയാൾക്കുണ്ട്. ആ ട്രാക്ക് റെക്കോർഡൊക്കെ മുൻപാണ്, ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പോലീസിന് വ്യാപകമായ പരിശോധന നടത്തിയിട്ടും ഈ പ്രതിയിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നത് പോലീസിനെ ആകെ വെട്ടിലാക്കി. കാരണം പോലീസിന്റെ തിരച്ചിൽ നടക്കുമ്പോൾ ഒളിവിലിരുന്ന് ഒളി സൈബർ യുദ്ധമാണ് നടന്നത്. എന്നിട്ടും ആ പ്രതിയിലേക്ക് വേഗത്തിൽ എത്താൻ കഴിയാത്തത് പോലീസിനെ കുറച്ച് കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്താണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വെല്ലുവിളിച്ച ഒരാളെ പിടികൂടാൻ കഴിയാത്തതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ചെറുതല്ലാതെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് അതിനുവേണ്ടി എങ്ങനെയെങ്കിലും പിടികൂടാൻ വല്ലാതെ നെട്ടോട്ടം ഓടുന്നുണ്ട്, അല്ലെങ്കിൽ വല്ലാതെ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആളിലേക്ക് എത്താൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ഈ കള്ളനും പോലീസും കളിക്ക് ഇപ്പോൾ ഒരു ക്ലൈമാക്സ് കാണുന്നില്ല എന്നതാണ്. അത് ഇനിയും നീളുമോ എന്നതാണ് അറിയേണ്ടത്. അതാണ് ഈ ക്ലൈമാക്സിലേക്ക് എപ്പോൾ പോലീസ് എത്തിച്ചേരും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ കോഴിക്കോട് നിന്ന് അഭിജിത്ത് കൂടി ചേരുന്നുണ്ട്. അഭിജിത്ത്, സജു ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് ഇപ്പോൾ കോഴിക്കോട് മാത്രം കേന്ദ്രീകരിച്ചല്ല പരിശോധന എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. ഏതൊക്കെ ജില്ലകളിൽ അരിച്ചു പെറുക്കാമോ അവിടെയൊക്കെ അരിച്ചു പെറുക്കുക എന്നുള്ള തലത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷേ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പോലീസ് ഇങ്ങനെയൊക്കെ പരിശോധന നടത്തുമ്പോഴും ഈ കൺവെട്ടത്തുകൂടെ അർജുൻ ആയങ്കി സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അതുമാത്രമല്ല ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ വാർത്തകൾക്ക് താഴെയൊക്കെ അർജുൻ ആയങ്കി വളരെ കൂളായി വാർത്തകളോട് പ്രതികരിക്കുന്നുണ്ട്, കമന്റ് ഇടുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്താണ് ഈ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് എന്നൊരു ചോദ്യം തമാശ രൂപേണ ഇപ്പൊ പലരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഈ വടക്കൻ ജില്ലകളിൽ എങ്ങനെയാണ് ഈ പരിശോധന, അഭിജിത്ത്? കോഴിക്കോട് തന്നെ എന്താണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ്? റോഷ്നി പറഞ്ഞതുപോലെ തന്നെയാണ് ഇതൊരു അഭിമാന പ്രശ്നമായി പോലീസിന് മാറുന്നുണ്ട്. കാരണം പലപ്പോഴും പോലീസിനെ വെല്ലുവിളിക്കുന്നു, ആഭ്യന്തരമന്ത്രിയെ തന്നെ വെല്ലുവിളിക്കുന്നു, പിടിക്കാമെങ്കിൽ പിടിച്ചോളൂ എന്ന രീതിയിലുള്ള വെല്ലുവിളിയാണ് അർജുൻ ആയങ്കി നടത്തുന്നത്. പക്ഷേ അത്തരം സംഭവങ്ങൾ ഉണ്ടായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അർജുൻ ആയങ്കിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വലിയൊരു സൗഹൃദ വലയം അർജുൻ ആയങ്കിക്ക് വടക്കൻ കേരളത്തിലുണ്ട്. പ്രധാനമായും കോഴിക്കോട്, കണ്ണൂർ മേഖലകളിലൊക്കെ ഉണ്ട്. അതിനുള്ള കാരണവും ഈ പാർട്ടി ബന്ധങ്ങളാണ് റോഷ്നി. ബാലസംഘം തൊട്ട് SFI തൊട്ട് DYFI വരെ അങ്ങനെ പാർട്ടിയുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തിയ ആളാണ് അർജുൻ ആയങ്കി. മാത്രമല്ല സൈബർ ഇടത്തെ വലിയ പോരാളി കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ അർജുൻ ആയങ്കിക്കുണ്ട്. അത് ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ അർജുൻ ആയങ്കിക്ക് സഹായകമായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് പോലീസ് നിലവിൽ പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പല കരുതൽ തടങ്കലും ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിൽ നിന്ന് തന്നെ 8ഓളം അർജുൻ ആയങ്കിയുടെ സുഹൃത്തുക്കളെ കരുതൽ തടങ്കലിൽ എടുത്തിരുന്നു. അത് ഏതെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇവരെ കരുതൽ തടങ്കൽ എടുത്തത്. മാത്രമല്ല പരമാവധി വിവരങ്ങൾ ഇവരിൽ നിന്ന് ശേഖരിക്കുക. എപ്പോൾ അർജുൻ ആയങ്കി ഏതെങ്കിലും ഘട്ടത്തിൽ ഇവിടങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ടോ, സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിലടക്കം അത്തരം സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിൽ തന്നെ ഈ പാർട്ടി ഗ്രാമങ്ങളിലേക്കൊക്കെ അർജുൻ ആയങ്കി പോകാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് മറുഭാഗത്ത് കാണുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരിശോധന കർശനമാക്കുന്നത്. നമുക്കറിയാം കണ്ണൂരിലേക്ക് പാർട്ടി ഗ്രാമങ്ങൾ എന്നുള്ളത് പാർട്ടി അറിയാതെ, പാർട്ടി നേതൃത്വം അറിയാതെ ഒരു ഈച്ച പോലും കടന്നു ചെല്ലാത്ത പാർട്ടി ഗ്രാമങ്ങളുണ്ട്. അത് പലപ്പോഴും മുൻ പല കേസുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വലിയ നേതൃത്വം, അതായത് ഉന്നത നേതൃത്വം അറിഞ്ഞിട്ടില്ല എങ്കിൽ കൂടി പ്രാദേശിക നേതൃത്വത്തിന്റെ ഒക്കെ സഹായം ഇങ്ങനെ അർജുൻ ആയങ്കിക്ക് ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വലിയ പിന്തുണ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് അർജുൻ ആയങ്കിക്ക് ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമുക്ക് അത്തരം പോസ്റ്റുകൾ, അർജുൻ ആയങ്കിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതിൽ സജോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുട്ടിന് താഴെ വെടിവെക്കാം എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ചില മാധ്യമങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ കൂടി ഒരു അനുകൂലമായി അർജുൻ ആയങ്കിയെ അനുകൂലമാക്കിക്കൊണ്ടുള്ള ചില പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഞങ്ങൾ അർജുൻ ആയങ്കിക്കൊപ്പമുണ്ട്, ധീരനായി പോരാടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഫേസ്ബുക്കിൽ പലരും കുറിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യത പോലീസ് നിലവിൽ പരിശോധിക്കുകയാണ്. കോഴിക്കോടൊക്കെ ആ രീതിയിലുള്ള വലിയ പരിശോധന സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് തന്നെ ഇടപെട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയൊക്കെ ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഷൗക്കത്ത് അലിയുമായി ബന്ധപ്പെട്ട് ചില പേരുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇത് അർജുൻ ആയങ്കിയെ പിടിക്കാൻ അദ്ദേഹം ഇറങ്ങുന്നൊക്കെ. അപ്പോൾ അതിന് കീഴിൽ പോലും വന്ന് അർജുൻ ആയങ്കി, ഷൗക്കത്ത് അലിയൊക്കെ വെല്ലുവിളിക്കുന്ന കമന്റുകളും ആ രീതിയിലുള്ള പ്രതികരണങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ പോലീസ് സേനയ്ക്ക് ഒരു അഭിമാന പ്രശ്നമായി അർജുൻ ആയങ്കിയുടെ ഈ ഓട്ടം മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നാലെയുള്ള ഓട്ടം പോലീസ് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അതാണ്, പോലീസ് ഓടിക്കൊണ്ടേയിരിക്കുന്നു.
അർജുനായെങ്കി എവിടെയോ നിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിപ്പോ വ്യാപകമായി തിരച്ചിൽ നടക്കുന്നു. അഭിമാന പ്രശ്നം എന്നുള്ളതിന് അപ്പുറത്തേക്ക് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് പോലീസിനെ സംബന്ധിച്ച്.